Hi dears, welcome to Aegon Learning. മക്കളെ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ നമുക്കറിയാം ജ്ഞാനിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ, അറിവിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് രണ്ട് സന്ദേശങ്ങളുണ്ട് ഈ രണ്ട് ചാപ്റ്ററിൽ നിന്നും, നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സന്ദേശങ്ങൾ. അപ്പോൾ ഇത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും, സന്ദേശം ചോദിക്കുമോ? ഒരു പക്ഷേ സന്ദേശം ചോദിക്കാം, അല്ലെങ്കിൽ സന്ദേശത്തെ 2-3 സെൻറ്റൻസ് ആക്കിയിട്ട് ഓർഡറിൽ ശരിയായതിനെ എടുത്തെഴുതാൻ, അല്ലെങ്കിൽ ഓർഡറിൽ എഴുതാനല്ല, ഇതിൽ ശരിയായ സെൻറ്റൻസുകൾ എടുത്തെഴുതാൻ പറയും. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് ശരിയായിട്ട് ആ യൂണിറ്റിനെ സംബന്ധിക്കുന്ന ശരിയായ വാക്യങ്ങൾ എടുത്തെഴുതണമെങ്കിൽ, സെൻറ്റൻസ് എടുത്തെഴുതണമെങ്കിൽ നിങ്ങൾക്ക് ഇതെന്താണെന്ന് നന്നായി പഠിച്ചിരിക്കണം. ഇതിൻ്റെ അർത്ഥസഹിതം നിങ്ങൾ പഠിച്ചിരിക്കണം. പിന്നെ അത് കൂടാതെ ഇത് നമുക്ക് ഡയറിയിലെ നമ്മളോട് ടിപ്പണി എഴുതാൻ പറയുമ്പോൾ ടിപ്പണിയിലെ ഒക്കെ നമുക്ക് എഴുതേണ്ട യൂണിറ്റിൽ നിന്ന് നമുക്ക് നൽകുന്ന സന്ദേശമാണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബുദ്ധിമാൻ വ്യക്തി ജാൻതേ ഹേ, ഇത് നമ്മുടെ ബൂട്ടി മഹിള പറയുന്നതാണ് അല്ലേ. ഒരു പക്ഷേ ചോദിച്ചേക്കാം, ബൂട്ടി മഹിള എന്ത് സന്ദേശമാണ് അക്ബറിന് നൽകിയത്, അല്ലെങ്കിൽ ഈ സന്ദേശം നൽകിയത് ആരാണ്, ഇത് ആരുടെ കഹാവത്താണ്, ആര് പറയുന്നതാണ്, കിസ്ക കഥൻ ഹേ എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാം ബൂട്ടി മഹിള. ബുദ്ധിമാൻ വ്യക്തി ജാൻതേ ഹേ അല്ലെ, ബുദ്ധിമാനായ ഒരു വ്യക്തി മനസ്സിലാക്കുന്നു. ജാൻതേ ഹേ എന്ന് പറഞ്ഞാൽ എന്താ, അറിയുന്നു, മനസ്സിലാക്കുന്നു. കി സബ് കുച്ച് സീഖ് ജാന, സബ് കുച്ച് സീഖ് ജാന, എല്ലാം പഠിക്കുക എന്നത്, എല്ലാം പഠിക്കുക സംഭവ് നഹി ഹേ, സംഭവ്യമല്ല എന്ന് വെച്ചാൽ അതെന്താണ്, അത് പോസിബിൾ അല്ല എന്നാണ് പറയുന്നത്. ലേക്കിൻ സബ്കോ യഹ് സീഖ്നാ ചാഹിയേ, അപ്പോൾ അതോടൊപ്പം എന്താണ് ബൂട്ടി മഹിള പറയുന്നത്, പക്ഷേ എല്ലാവരും ഇത് പഠിച്ചിരിക്കണം. എന്താ പഠിച്ചിരിക്കേണ്ടത്? അച്ഛാ ഇൻസാൻ, ഒരു നല്ല മനുഷ്യൻ, നല്ല മനുഷ്യൻ എങ്ങനെയായിരിക്കണം എന്ന് നിർബന്ധമായും ഓരോ വ്യക്തിയും പഠിച്ചിരിക്കണം. എന്താ പറയുന്നത്? അച്ഛാ ഇൻസാൻ കേസേ ബൻ ജാ സക്താ ഹേ, എങ്ങനെ ഒരു നല്ല വ്യക്തിയാകാം, ഇത് എല്ലാവരും പഠിച്ചിരിക്കേണ്ടതാണ്. ഇതാണ് ബൂട്ടി മഹിള. ബൂട്ടി മഹിളയിലൂടെ ഫസ്റ്റ് ചാപ്റ്ററിലൂടെ ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് നൽകുന്ന സന്ദേശം. ഇനി നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് വന്നാൽ ഗുരു തൻ്റെ ശിഷ്യരോട് പറയുന്നത് എന്താണ്? ജ്ഞാൻ തോ സബ്കി ഭലായി കേ ലിയേ ഹി ഹോത്താ ഹേ, ജ്ഞാൻ, അറിവ് എന്നത് എല്ലാവരുടെയും നന്മക്ക്, ഭലായി നന്മക്ക് വേണ്ടിയുള്ളതാണ്. അപ്നാ യാ ദൂസരോ കാ നുക്സാൻ ഹോ, തന്നെയും മറ്റുള്ളവരെയും അപകടപ്പെടുത്തുന്നത് വഹ് ജ്ഞാൻ നഹി അജ്ഞാൻ ഹേ, അതെന്താണ്, അത് അറിവല്ല, മറിച്ച് അജ്ഞാൻ ഹേ, അറിവില്ലായ്മയാണ്. അപ്പോൾ ഈ അറിവില്ലായ്മയാണ് എന്ത്, നമ്മൾ അഹങ്കാരം കാണിക്കുന്നതും അല്ലേ, അപകടം ചെന്നെത്തിക്കുന്നതും ഒക്കെ എന്താണ്, അറിവല്ല. നമ്മുടെ അറിവിനെ നമ്മൾ നന്നായി ഉപയോഗിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് അത് അറിവെന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ നേടിയെടുത്ത അറിവ് ഒരു മോശം പ്രവൃത്തിക്ക് വേണ്ടി, മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് അറിവല്ല, അത് അറിവില്ലായ്മയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് നമുക്ക് നൽകുന്ന മെസ്സേജ്. അപ്പോൾ ഇത് പഠിക്കുക, ഇത് നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് 1 വേർഡ് ക്വസ്റ്റ്യൻസ്, പിന്നെ മാച്ച് ദ ഫോളോയിങ്, ഇതിനൊക്കെ ആൻസർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.